സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ സെബസ്ത്യാനോസ് സഹദായുടെ തിരുനാൾ ഏറ്റവും അർത്ഥപൂർണമായ വിധത്തിൽ ആഘോഷിക്കുന്നതിനു വേണ്ടി നമ്മുടെ ഇടവക സമൂഹം ഒരുങ്ങിയിരിക്കുന്ന, അല്ലെങ്കിൽ ആ തിരുനാളിൻ്റെ പുണ്യനിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന സമയമാണ്. ഇന്ന് പള്ളിയിലെത്തിയപ്പോൾ നമ്മുടെ തിരുനാളിൻ്റെ നോട്ടീസ് ശ്രദ്ധിക്കുകയുണ്ടായി. അതിൽ ഒരു വാചകം ഇപ്രകാരമാണ്: വിശ്വാസ തീർത്ഥാടനം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഈ കാലയളവിൽ ഉണർവും ധീരതയും വിശ്വാസത്തിൽ നിലനിർത്തുവാൻ ഈ തിരുനാൾ നമ്മെ സഹായിക്കട്ടെ എന്നാണ്. നിങ്ങളിൽ പലരും അത് വായിച്ചിട്ടുണ്ടാവില്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് ഇന്ന് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നോട്ടീസിൻ്റെ ആദ്യ ഭാഗത്ത് ഒരു ക്ഷണപത്രിക കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമായ ചില വാക്കുകളാണത്. വിശ്വാസം എല്ലാ കാലത്തും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുണ്ട്. എന്നാൽ ഇന്ന് ഈ കാലയളവിൽ വളരെ പ്രത്യക്ഷമായ വിധത്തിൽ വിശ്വാസം വെല്ലുവിളിയെ നേരിടുകയാണ്. പക്ഷെ ഈ വെല്ലുവിളിക്ക് ഒരു മറുമരുന്നുണ്ട്. അത് സാക്ഷ്യത്തിൻ്റെ മറുമരുന്നാണ്. അത് നമ്മിൽ തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് നമ്മളുടെ തീക്ഷ്ണതയെ ഉജ്ജ്വലിപ്പിച്ചു കഴിഞ്ഞാൽ ഈ പ്രതിസന്ധിയെ നമുക്ക് മറികടക്കാൻ സാധിക്കും. അകലങ്ങളെ അതിജീവിക്കുന്ന വിശ്വാസം. ഇപ്പോൾ നമ്മൾ സാമൂഹ്യ അകലത്തെക്കുറിച്ച് ചിന്തിക്കുന്നൊരു കാലമാണ്. എന്നാൽ നമുക്കൊരു ദൈവിക അകലമുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കേണ്ട ഒരു കാലവുമാണ്. സാമൂഹ്യ അകലം പാലിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ആരോഗ്യ പരിപാലനത്തിൻ്റെ ഒരു ഭാഗമാണ്. എന്നാൽ ആത്മനാശത്തിന് കാരണമാകുന്ന ഒന്നാണ് ദൈവിക അകലം, ദൈവത്തിൽ നിന്ന് അകലം പാലിക്കുക. ദൈവിക അകലമെന്ന് അതിനെ പറയാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. ദൈവത്തിൽ നിന്നുള്ള അകലം പാലിക്കൽ. അതുകൊണ്ട് ഈ തിരുനാളിന് വേണ്ടി ഒത്തുകൂടുമ്പോൾ എല്ലാ തിരുനാളുകളും ചെയ്യേണ്ടത് എന്താണ്? അത് ആത്മപരിശോധനാപരമായ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് തിരുനാൾ. ആ ചോദ്യത്തിന് മറുപടി പറയുക, അവശ്യം ആ ചോദ്യത്തിന് കാതോർക്കുകയെങ്കിലും ചെയ്യുക എന്നതാണ്. അതുകൊണ്ട് ഇതൊന്നും ചെയ്യാതെ ഒരാഘോഷത്തിൻ്റെ, ഒരു ഉത്സവത്തിൻ്റെ, ഒരു പെരുന്നാളിൻ്റെ പുറംമോടിയിൽ ഈ തിരുനാൾ അവസാനിപ്പിച്ചു കളയാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ കാലയളവിൽ ഈ തിരുനാൾ കൊണ്ട് നമുക്ക് ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ സെബസ്ത്യാനോസിനെ സഭ നമ്മളുടെ മുൻപിലേക്ക് നിർത്തുമ്പോൾ ഈ വിശുദ്ധന്റെ ജീവിതം നമ്മളോട് പറയുന്നത് എന്താണ്? എത്രമാത്രം അടുപ്പം മിശിഹായോട് കാത്തു സൂക്ഷിച്ചത് കൊണ്ടാണ് ഇന്ന് വണക്കത്തിന് യോഗ്യമായ വിധത്തിൽ സഭയിൽ ഉയർത്തപ്പെടുവാൻ വിശുദ്ധന് കഴിഞ്ഞത്. രക്തസാക്ഷിത്വത്തെക്കുറിച്ച്, വളരെ പ്രത്യേകമായി സാക്ഷ്യ ജീവിതത്തെക്കുറിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ വളരെയധികം ചിന്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത് ആരാധനാക്രമവത്സരപരമായി ദനഹാകാലമാണ്. ദനഹാകാലം വളരെ പ്രത്യേകമായി ഈശോയുടെ പരസ്യ ജീവിതത്തെ, ഈശോയുടെ ദൈവരാജ്യ പ്രഘോഷണത്തെ, അടയാളങ്ങളെ, അത്ഭുതങ്ങളെയൊക്കെ നമ്മുടെ മുമ്പിൽ വരച്ചിടുന്ന കാലമാണ്. അതോടൊപ്പം തന്നെ ഈ കാലഘട്ടം ഈശോയുടെ പരസ്യ ജീവിതത്തിന്റെ പ്രഘോഷണത്തിന്റെയും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ഒക്കെ പിൻചേർന്ന് നടന്ന, അതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട അനേകം വിശുദ്ധാത്മാക്കളെ സഭ നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്ന ഒരു കാലയളവാണ്. പ്രത്യേകിച്ച് ദനഹാകാലത്തെ ഓരോ വെള്ളിയാഴ്ചയും നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നലെ സ്നാപക യോഹന്നാന്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയായിരുന്നു. ഇനി തുടർന്ന് അങ്ങോട്ട് ആദ്യ രക്തസാക്ഷിയായ എസ്തഫാനോസ് തുടങ്ങി സുവിശേഷകന്മാര്, ശ്ലീഹന്മാര്, ഗ്രീക്ക് സഭാപിതാക്കന്മാര്, സുറിയാനി സഭാപിതാക്കന്മാര്, ഇടവക മധ്യസ്ഥൻ, അങ്ങനെ ഏറ്റവും ഒടുവിൽ നമ്മളുടെ ഇടയിൽ നിന്ന് ഈ വിശ്വാസം ജീവിക്കുകയും ആ വിശ്വാസം ജീവിക്കാൻ ആത്മസമർപ്പണം നടത്തുകയും
ധീരമായി നമുക്ക് മുമ്പിൽ ആ വിശ്വാസത്തെ ഈ പച്ചമണ്ണിലൂടെ നടന്ന് ജീവിച്ച് കാണിക്കുകയും ചെയ്ത നമ്മളുടെ മരിച്ചവരെ, നമ്മളുടെ പൂർവികരെ ദനഹക്കാലത്തിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച നമ്മൾ അനുസ്മരിക്കും. അങ്ങനെ സാക്ഷ്യത്തിന്റെ വലിയ ഒരു ആഘോഷം കൊണ്ടാടപ്പെടുന്ന ഒരു കാലയളവാണ് ദനഹക്കാലം. ആ കാലയളവിന്റെ ഏറ്റവും നല്ല ഒരു നിമിഷത്തിലാണ് നമ്മൾ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ കൊണ്ടാടുന്നത്. ആഗോള സഭയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ കൊണ്ടാടപ്പെടുന്ന ദിവസം എന്നാണ്? ജനുവരി 20. വിശുദ്ധ സെബസ്ത്യാനോസ് നമ്മളെ സാക്ഷ്യത്തിലേക്ക് പ്രചോദിപ്പിക്കുന്ന വ്യക്തിയാണ്. സ്വന്തം ഉത്തരവാദിത്തങ്ങളുടെ നിർവഹണത്തിനിടയിൽ തൻ്റെ ക്രിസ്തീയ ജീവിതം മറച്ചുവെക്കാതെ, ക്രിസ്തീയ ജീവിതത്തിന് സാക്ഷ്യത്തിന്റെ വലിയ അർത്ഥതലങ്ങളുണ്ട് എന്ന് തന്റെ സഹോദരങ്ങളെ അത് ജീവിച്ച് കാണിച്ചു കൊടുത്ത ഒരു മഹാവിശുദ്ധനാണ്. സ്വാഭാവികമായും വിശ്വാസം ജീവിക്കുന്നവർക്ക് ചെറുതും വലുതുമായ സഹനങ്ങൾ അത് യാദൃച്ഛികതയല്ല, അത് നമ്മളെ കാത്തിരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് വിശ്വാസിയുടെ ജീവിതം എപ്പോഴും സുഖ സമൃദ്ധമാണ്, എപ്പോഴും അയത്ന ലളിതമായി ജീവിച്ചു തീർക്കാൻ കഴിയുന്ന ഒന്നാണ് എന്നില്ല. നീ വിശ്വസിക്കുന്നത് കൊണ്ട് എല്ലാം ഭദ്രമായി എന്ന് കരുതാൻ വയ്യ. വിശ്വാസം എപ്പോഴും അതിനോട് ചേർന്ന് നിൽക്കുന്ന സഹനത്തെയും അതിന്റെ ഏറ്റവും മകുടമായ രക്തസാക്ഷിത്വത്തെയും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വിശ്വസിച്ചല്ലോ, എന്നിട്ട് എന്താണ് സഹനം എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമല്ല. അത് ഈ കാലഘട്ടത്തിന്റെ ചില പ്രസംഗവേദികളിലൊക്കെ നമ്മൾ കാണാറുണ്ട്. വിശ്വസിക്കൂ, എല്ലാം സുഭദ്രമാകും, എല്ലാം സുഖകരമാകും. അങ്ങനെ വിശ്വസിച്ച് സുഖകരമായ ജീവിതം നയിച്ചവരെ നമ്മൾ സഭയിൽ കാണില്ല. വിശ്വാസത്തിന്റെ വണക്കത്തിന്റെ വേദിയിൽ നമ്മൾ അങ്ങനെ കാണില്ല. അവരെല്ലാം സഹിച്ചവരാണ്. നിങ്ങൾ അൽഫോൻസാമയോട് ചോദിക്കൂ. നമ്മൾ ജൂലൈ മാസത്തെ വലിയ ആഘോഷത്തോടുകൂടി അൽഫോൻസാമയുടെ തിരുനാൾ ആഘോഷിക്കും. സഹനത്തിന്റെ വിശുദ്ധ എന്ന് പറയും. നമ്മൾ പറയും നീ സഹിച്ചില്ലേ എന്ന് പറയുമ്പോൾ അവൾ പറയും ഞാൻ സഹിച്ചില്ല, ഞാൻ സ്നേഹിക്കുകയായിരുന്നു എന്ന് അവൾ പറയും. വിശുദ്ധാത്മാക്കളുടെ ജീവിതം ഒരു കാഴ്ചപ്പാടാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ജീവിത സഹനങ്ങൾക്ക് മുൻപിൽ സ്വീകരിച്ച നിലപാടുകളാണ് അവരെ വ്യത്യസ്തരാക്കിയത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, രക്തസാക്ഷിത്വത്തിന്റെ ധാരാളം സാധ്യതകളിൽ ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എങ്ങനെയാണ് ഈ രക്തസാക്ഷിത്വം ആരംഭിക്കുന്നത്? തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം അത്രമാത്രം ഈ ലോകത്തെ സ്നേഹിച്ച പിതാവിന്റെ തിരുമനസ്സിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്നതാണ് രക്തസാക്ഷിത്വം. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, ഈ ലോകത്തിൽ തനിക്ക് സ്വന്തമായി ഉണ്ടായിരുന്നവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു എന്ന് പറയുന്ന മിശിഹാ ചരിത്രത്തിന്റെ ഏറ്റവും പിളർക്കപ്പെട്ട നാഴികകളിൽ ആരംഭിക്കുന്നതാണ് രക്തസാക്ഷിത്വം. അതിൽ നിന്ന് തുടർന്ന് ഈശോയുടെ നാമത്തെ പ്രതി പീഡനങ്ങൾ ഏൽക്കുവാൻ കഴിഞ്ഞതിൽ സന്തോഷിച്ചുകൊണ്ട് സെൻഗദ്രീൻ സംഘം വിട്ടിറങ്ങുന്ന അപ്പസ്തോലന്മാരിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടതാണ് രക്തസാക്ഷിത്വം. ഞാൻ ദൈവത്തിന്റെ ഗോതമ്പാണ്. ഇഗ്നേഷ്യസ്, അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് പറയും, ഞാൻ ദൈവത്തിന്റെ ഗോതമ്പാണ്. വന്യമൃഗങ്ങൾ അതിനെ കടിച്ച് ചവച്ച് അരയ്ക്കുമ്പോൾ ഞാൻ മിശിഹായുടെ പരിശുദ്ധ അപ്പമായി രൂപപ്പെടുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, എങ്ങനെയാണ് രക്തസാക്ഷിത്വത്തെ കണ്ടത്? രക്തസാക്ഷിയായ വിശുദ്ധ ജസ്റ്റിൻ പറഞ്ഞു, നിങ്ങൾ മരണത്തിന്റെ ഭീഷണി മുഴക്കുക, നിങ്ങൾ മരണത്തിന്റെ ഭീഷണി ഞങ്ങൾക്ക് മുന്നിൽ മുഴക്കുക, ഞങ്ങളെങ്കിലും അവന്റെ തിരുനാമത്തെ നിഷേധിക്കുകയില്ല, ഞങ്ങൾ തള്ളിപ്പറയുകയില്ല. എന്താണ് പ്രതിസന്ധി പ്രിയമുള്ള സഹോദരങ്ങളെ? ഈ രോഗമാണോ പ്രതിസന്ധി? ഇന്ന് നമ്മളെ പ്രചോദിപ്പിക്കുന്ന, നമ്മുടെ ഉള്ളിൽ കറങ്ങിത്തിരിയുന്ന ദുഷ്പ്രവണതകളും പ്രചോദനങ്ങളുമാണ് വെല്ലുവിളി. ഈ രോഗവും അത് അർഹിക്കുന്ന അതിന്റെ സാധ്യതകളുമെല്ലാം കടന്നു പോകും. എന്നാൽ നിന്നെ പ്രേരിപ്പിക്കുന്ന ഒരു വിശ്വാസമുണ്ടോ? നിന്നെ രക്തസാക്ഷ്യത്തിലേക്ക് നയിക്കുന്ന ഒരു ഘടകമുണ്ടോ നിന്റെ ജീവിതത്തിൽ? എപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു നല്ല വ്യക്തിയായി മാറുന്നത്? നമ്മളുടെ ജീവിത സമർപ്പണങ്ങളിൽ, നമ്മളുടെ ജീവിതാന്തസ്സിന്റെ കടമകളിൽ നമ്മൾ ആത്മസമർപ്പിതരാകുമ്പോഴാണ് നമ്മൾ നല്ല ഒരു വ്യക്തിത്വത്തിന് ഉടമയാകുന്നത്. അതുകൊണ്ട് പറയും, ലക്ഷ്യത്തിനു വേണ്ടി സഹിക്കുമ്പോൾ സഹനം പ്രശ്നമല്ല.
നമ്മൾ നമ്മുടെ ജീവിതത്തെ രക്തസാക്ഷിത്വമായി കാണുന്നത് എപ്പോഴാണ്? നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള സഹനത്തെ പഴിയായി, പരാതിയായി, പരിഭവമായി, മറുതലിക്കാനുള്ള അവസരമായി, തള്ളിപ്പറയാനുള്ള അവസരമായി കാണുമ്പോൾ നമുക്കതൊന്നും രക്തസാക്ഷിത്വമല്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഉപേക്ഷിക്കൽ നടക്കുന്നത്, ഇറങ്ങിപ്പോകലുകൾ സംഭവിക്കുന്നത്, മടുത്തു എന്ന് പറയുന്ന പിറുപിറുക്കൽ സംഭവിക്കുന്നത് അപ്പോഴാണ്. എന്നാൽ എപ്പോഴാണ് നമ്മൾ ലക്ഷ്യത്തിന് വേണ്ടി സഹിക്കുമ്പോൾ സഹനം പ്രശ്നമല്ല എന്ന വിമലീകരിക്കപ്പെട്ട ചിന്തയിൽ സ്നാനപ്പെടുന്നത്? അപ്പോഴാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ ഈ രക്തസാക്ഷിത്വത്തിന്റെ മൂല്യം തിരിച്ചറിയുന്നത്. നമ്മൾ എത്ര വട്ടം അമ്പെടുത്ത് ഈ ദേവാലയത്തിന് ചുറ്റിക്കറങ്ങിയാലും, എത്ര വട്ടം പട്ടണ പ്രദക്ഷിണം വെച്ചാലും, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ രക്തസാക്ഷിത്വത്തിന്റെ അമൂല്യ സാധ്യത അർത്ഥശൂന്യമായി നമ്മെ നോക്കി നിലവിളിക്കും. എപ്പോൾ? ഇതിനുശേഷവും യഥാർത്ഥത്തിൽ വിശ്വസിക്കാനോ അത് ജീവിക്കാനോ കഴിയാതെ നമ്മൾ തകർക്കപ്പെട്ടവരായി, ബന്ധങ്ങളിൽ പിളർക്കപ്പെട്ടവരായി നിലകൊള്ളുമ്പോൾ ഈ തിരുനാളും നമ്മൾ കൈകളിൽ സംവഹിച്ച അമ്പും തിരുശേഷിപ്പുകളും നമുക്ക് വെറും പരിഹാസ്യങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ തിരുനാൾ ഉയർത്തുന്ന വെല്ലുവിളി കാണാതെ, ഈ തിരുനാൾ നമുക്ക് മുമ്പിൽ വെക്കുന്ന ചില പാഠങ്ങളെ വായിച്ചെടുക്കാതെ കടന്നു പോകാൻ പാടില്ല. അർത്ഥപൂർണമായി തിരുനാൾ ആഘോഷിക്കാം. ജീവിതത്തിൽ രക്തസാക്ഷിത്വത്തിന്റെ ധാരാളം സാധ്യതകൾ ഇന്നും കൊണ്ടു നടക്കുന്നവരാണ് നമ്മൾ സഹിക്കുന്നവരാണ്. ഞാൻ പലപ്പോഴും പറയും, കുടുംബിനികളെ കുറിച്ച് പറയും, ജീവിതത്തിന്റെ പ്രഭാതത്തിന്റെ ആരംഭം മുതൽ അന്ത്യം വരെ, രാത്രിയിൽ വരെ സഹിച്ചിട്ട് അവസാനം പഴി പറഞ്ഞ്, പരാതി പറഞ്ഞ് ആ സഹനത്തിന്റെ സാധ്യതകളെയോ യോഗ്യതകളെയോ പഠിക്കൽ കുടമുടച്ച് അവസാനിപ്പിക്കുന്നവരാണ്. പലപ്പോഴും അങ്ങനെയാണ്, പിതാക്കളും അങ്ങനെയാണ്. ധാരാളം സഹിക്കാനുണ്ട്, പഴിയും പരാതിയും പറഞ്ഞ് എല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തും. പ്രിയമുള്ള സഹോദരങ്ങളെ, ചിന്തിക്കാം. ഈ തിരുനാൾ നമ്മെ പ്രചോദിപ്പിക്കുന്നത് സമർപ്പണത്തിന്റെ മൂല്യത്തെക്കുറിച്ച് ധ്യാനിക്കുവാനാണ് തിരുനാൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും അർത്ഥപൂർണമായി തിരുനാളിലേക്ക് കടന്നു വന്നുകൊണ്ട്, ഇതിന് അർഹിക്കുന്ന പ്രാധാന്യത്തോടെ അത് ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട്, പുറംമോടികളിൽ മതിമയങ്ങി നിൽക്കാതെ ഉള്ളിൻ്റെ ആത്മീയതയുടെ ആഴങ്ങളിലേക്ക് കടന്നുകൊണ്ട് ഈ തിരുനാൾ നമുക്ക് ആഘോഷിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.